ആണല്ലോ. ചേട്ടാ സ്വർണ്ണ വില കൂടി. വയോധികയുടെ വീട്ടിൽ നിന്നും സ്വർണം കട്ട കള്ളൻ സ്വർണം തിരിച്ച് വയോധികയ്ക്ക് തന്നെ കൂടുതൽ വിലയ്ക്ക് വിറ്റു. അടിപൊളി, നല്ല കള്ളൻ. ഒന്നുമില്ലെങ്കിലും അവർക്ക് തന്നെ കൊടുത്തല്ല. നാട്ടിലെ കള്ളന്മാരും കള്ളികളും കുറച്ച് കൂടി വരെയാണ്. ഞാനാണെങ്കിൽ ഞാൻ യൂണിഫോം ഇടേണ്ടി വരും. പപ്പ സ്റ്റൗ കത്തുന്നില്ലല്ലോ, എന്ത് പറ്റി? സ്റ്റൗ കത്തുന്നില്ല. സ്റ്റൗ കത്താൻ ഗ്യാസ് ഇല്ല. ഗ്യാസ് ഉണ്ടെങ്കിൽ കത്തോളൂ. ഗ്യാസ് ഇല്ലാത്തത്? ഗ്യാസ് ഇന്നലെ തൃശ്ശൂർ പൂരം കാണാൻ പോയി. എന്താ പൊന്നു കൊച്ചേ, ഗ്യാസ് ഇന്നലെ രാത്രിയിൽ തീർന്നെങ്കിൽ പുതിയ കുറ്റി എടുത്ത് വെക്കണം പപ്പ. പുതിയ കുറ്റി ഉണ്ടെങ്കിലേ വെക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഞാൻ സെക്കൻഡ് കുറ്റി ഓർഡർ ചെയ്തിട്ടുമില്ല. അയ്യേ, എന്തോന്ന് പപ്പ ഈ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തം കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്തുവാ പപ്പനോട് ജോലി? ഞാൻ ഉത്തരവാദിത്തം കാണിക്കുന്നത് നിൽക്കട്ടെ, നിങ്ങൾ എല്ലാ കാര്യത്തിലും ഉത്തരവാദിത്തത്തോടു കൂടിയാണോ ചെയ്യുന്നത്? ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യാറുണ്ടല്ലോ. കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കും, കുളിക്കും, പല്ല് തേക്കും, ഉറങ്ങും. നീ കുളിക്കണതും പല്ല് തേക്കണതും ഉറങ്ങണമെന്നല്ല ഞാൻ ചോദിച്ചത്. കൃത്യമായി വാടക തരാറുണ്ടോ എന്നാണ് ചോദിച്ചത്. 2 മാസമായി വാടക തന്നിട്ട് എപ്പ തരും? വാടക തന്നില്ലേ? തന്നില്ല, അതല്ലേ ചോദിക്കുന്നത്. തരും, ഉടനെ തരും. അങ്ങനെയാണെങ്കിൽ ഇനി വാടക തന്നാലേ ഇവിടത്തെ അടുപ്പ് എരിയൂ. അയ്യേ, ഇത്തരം ചീപ്പ് കാര്യങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വളരെ മോശമാണ് പപ്പ. പപ്പന് നാണമില്ലേ? നാണമില്ല, നാണം വരേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ വാടകയ്ക്ക് താമസിക്കാൻ വന്ന അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് എനിക്ക് വാടക തരണമെന്ന്. ഒരു പട്ടാളക്കാരന് പഞ്ച്വാലിറ്റി ആണോ? പഞ്ച്വാലിറ്റി. പിന്നെ ഇങ്ങോട്ട് നോക്ക്, ഇനി ഇപ്പോഴും വാടക നിങ്ങൾ തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സാധനങ്ങളും കട്ടാവും. ഇപ്പൊ ഗ്യാസ് കട്ടായി, നാളെ കറണ്ട് കട്ടാവും, മറ്റന്നാ വെള്ളം കെട്ടാവും കേട്ടോ. അത് കഴിഞ്ഞും തത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ഗെറ്റ് ഔട്ട് അടിക്കും. മനസ്സിലായോ? എന്തുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പെൻഷൻ കിട്ടുന്ന മനുഷ്യന് വാടക അല്ല, എനിക്കറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളെയൊക്കെ ഇവിടെ താമസിപ്പിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ആഹാരം തരാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും എൻ്റെ കുഞ്ഞമ്മേരെ മക്കളാണോ? ആണോ? പോവുമല്ലോ, അങ്ങനെയാണല്ലോ. അവർക്ക് എന്ത് വേണോ എൻ്റെ അടുത്ത് പറയാം, അതെല്ലാം ഞാൻ കേൾക്കണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കേൾക്കാൻ ഇവിടെ ആരും നിൽക്കൂല. ടെൻഷൻ. ഒരു ചായ ഇട്ട് കുടിക്കാം. പറയാൻ പോലെ ഗ്യാസ് തീർന്നില്ലേ? കാര്യം ഇവള് ഇതേവരെ എഴുന്നേറ്റില്ലേ? ഇവളെ ഇന്ന് ഞാൻ എടി വെച്ചു എഴുന്നേറ്റേ. എടി എഴുന്നേക്കാൻ അങ്ങോട്ട്. എല്ലാം കംപ്ലീറ്റ് ചെയ്യും ഇപ്പം. അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടുന്ന് ചവിട്ടി ഇറക്കും. ചവിട്ടാൻ വരുമ്പോ മാറിയാ പോരെ? എടി അങ്ങോട്ട് എഴുന്നേക്കാൻ. എടി എഴുന്നേക്കളി, നീ വല്ലതും അറിഞ്ഞോ? എടി ഗ്യാസ് തീർന്നു. അപ്പൊ ഞാൻ പോയി ഗ്യാസ് കുറ്റി എടുത്തു. നീ ഇപ്പൊ ഗ്യാസ് കുറ്റി എടുത്തോണ്ട് വരണോന്നല്ല, ആ പപ്പന മനഃപൂർവ്വം ഗ്യാസ് നമുക്ക് തരാത്തത്. എന്തിനാ ചോദിക്ക്? എടി അങ്ങർക്ക് വാടക കൊടുക്കത്തുള്ളൂ, അങ്ങനെ ഗ്യാസ് കട്ട് ചെയ്തു. ഇനിയും കൊടുക്കാൻ താമസിച്ചാലേ വെള്ളം കട്ട് ചെയ്യും. പിന്നെന്തുവായിരുന്നു? അയ്യോ ഒന്നും കൂടെ അങ്ങനെ പറഞ്ഞല്ലോ, കറണ്ടും കട്ട് ചെയ്യുന്നു പറഞ്ഞു. നമ്മളെങ്ങനെ കുളിക്കും? നിനക്കിപ്പോ കുളിയാണല്ലോ, ആഴ്ച ഒരിക്കൽ കുളിക്കുന്ന നീ മിണ്ടരുത്. വല്ല അകത്തോട്ട് ചെല്ലണമെങ്കിൽ ഗ്യാസ് ആദ്യം വേണം. എടി എന്തോ ചെയ്യുന്നു പറഞ്ഞ ഒരു ഐഡിയ പറഞ്ഞത്. അയാൾക്ക് പൈസ കൊടുത്തിരിക്കും, മൊത്തത്തിൽ പ്രശ്നമാവും. 6000 രൂപ കൊടുക്കണ്ടേ? കൊടുക്കണം. എടി എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറ. നേരത്തെ പോലെ കറണ്ടിന്റെയും ആ വെള്ളത്തിനും കൂടെ ആയത് നമ്മളെ കട്ട് ചെയ്യുന്നതിന് മുമ്പ്. നമുക്കേ പാപ്പുവിന്റെ അടുത്ത് ചോദിച്ചു നോക്കിയാലോ? അവള് തരുവോ? കടമായിട്ടല്ലേ ചോദിക്കണേ, അല്ലാണ്ട് സ്വന്തമായിട്ടൊന്നും ചോദിച്ചോന്നല്ലോ. എന്തെങ്കിലും ഒന്നും എടുക്കില്ലല്ലേ? നിന്റെ ഉണ്ടോ 6000 രൂപ എടുക്കാൻ? നീ എന്നെ കണ്ട കാലം മുതൽ എന്തെങ്കിലും എന്തെങ്കിലും പൈസ നീ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ എന്റെ അടുത്ത് ചോദിക്കുന്നത്? ചോദിക്കാലോ. അത് ശരിയാ, നമുക്ക് പാപ്പുവിന്റെ അടുത്ത് ചോദിച്ചാലോ? നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി ചോദിച്ച് പൈസ പപ്പന്റെ ഏൽപ്പിച്ചിട്ടോ, ഞാൻ ബാക്കിയിടുന്നു. അത് വലിയ സൗകര്യമാണോ? അല്ല അല്ലേ? എന്റെ വേറെ മുഖം കാണുന്ന വീട് എഴുതി വാങ്ങിട്ട്. എന്തൊരു ശല്യമാണ്. മാറ് പോ.
സുഖം. ഹലോ. കൈവിടും. പാപ്പു എന്താ ഒരു ഹെൽപ്പ്. നോ ഫ്രീ ആണോ ഇപ്പൊ? നോ. ഒരു 2 മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി ഫ്രീ ആകുമോ? നിങ്ങൾക്ക് 2 മിനിറ്റ് ഞാൻ ഫ്രീ ആക്കി തരണമെങ്കിൽ നിങ്ങൾ 3 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 3 മിനിറ്റ് തീരും. അതെ കേക്കോ? എന്താണ്? ഞങ്ങൾക്കേ ഒരു 6000 രൂപ കടം തരുമോ? അക്കൗണ്ടിന് എന്തോ പറ്റി, പൈസ ഒന്നും എടുക്കാൻ പറ്റണില്ല. അതെ, നിങ്ങൾക്കൊക്കെ അക്കൗണ്ട് ഉണ്ട്? 2 അക്കൗണ്ട് ഉണ്ട്. ഒരു വണ്ടി എടുത്താൽ 12 രൂപ വരും. 12 രൂപയോ ഒരു വണ്ടിക്ക്? ഒരു വണ്ടിയിൽ 12 രൂപ കമ്മീഷൻ. ഒരു വണ്ടിക്ക് 12 രൂപ കിട്ടണമെങ്കിൽ അതിനെന്തോ പ്രശ്നം ഉണ്ടല്ലോ. ഇപ്പോൾ പ്രശ്നമൊക്കെ ഉണ്ടാവും. റിസ്ക് എടുത്താൽ പൈസ കിട്ടും. റെഡി ആണോ? പറഞ്ഞോ, കാര്യങ്ങൾ നോക്കാം. ഞാൻ ആലോചിക്കട്ടെ. ആലോചിക്കും. അതെ, എനിക്ക് നിന്നൊന്നും വിശ്വാസമില്ല. എൻ്റെ 6000 രൂപ വാങ്ങിച്ചോണ്ട് പോയി നിങ്ങൾ മുങ്ങിക്കളഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അതെന്താ പാപ്പു അങ്ങനെ ഒരു വർത്താനം? നിനക്കൊന്നും ഐഡിയ പോലും ഒരു ഐഡിയ ഇല്ലായ്മയില്ല. ഞങ്ങൾ നല്ല പിള്ളേരാണ്, ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല, മനസ്സിലായോ? പിന്നെ ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞ് പാപ്പുവിനെ പോലെ ഇത്രയും ഹൃദയം വിശാലമായിട്ടൊരാളൊന്നുമില്ല, എന്ത് പറഞ്ഞാലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും, ഇതൊക്കെ പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ ചോദിച്ചത്. വേണ്ടടി, ഇത് വേണ്ട, പറ്റില്ലല്ലോ, നമുക്ക് പോകാം. മാളു അങ്ങനെയൊക്കെ പറഞ്ഞു? ശരിക്കും അറിയാതെ പറഞ്ഞ, വേണമെങ്കിൽ ഞാൻ സോറി പറയാം. സോറി ഒന്നും പറയണ്ട. നല്ല കുട്ടികൾക്ക് അല്ലെങ്കിൽ എന്നെ മനസ്സിലാവുള്ളൂ. എന്താ പിടിച്ചാല് പൈസ ഒക്കെ തരാം, പക്ഷേ ഞാൻ പറയണ ഒരു കാര്യം നിങ്ങൾ ചെയ്തു തരണം. ചെയ്യാം ചെയ്യാം ചെയ്യാം. Done. എന്താ കാര്യം? പറയാം. ഇപ്പൊ പറ. പറയാമോ? കാര്യം നടക്കണ്ടേ? പാപ്പു എന്താ? എന്തെങ്കിലും ഒന്നും പറ പാപ്പു, പ്ലീസ്. അല്ല, ബാത്റൂമിൽ എന്തെങ്കിലും പറഞ്ഞായിരുന്നെങ്കിൽ. നിങ്ങളെ കൊണ്ട് അത് പറ്റുമോ? ഞങ്ങളെ കൊണ്ട് ഇത് പറ്റൂ. പാപ്പു കാര്യം പറ, പിന്നില്ലേ ബാക്കിയൊക്കെ അല്ലേടി? അതത്രേ ഉള്ളൂ. പറഞ്ഞോ. നിങ്ങക്കേ വണ്ടി റിക്കവർ ചെയ്യാൻ പറ്റും? ഇത്രേ ഉള്ളോ? എപ്പ മിണ്ടരുത്, എപ്പ ചെയ്യുന്നു ചോദിച്ചാ മതി. വണ്ടിയും കവറും വാങ്ങിച്ചാ എപ്പ ഒട്ടിക്കണം? വണ്ടി ഒട്ടിക്കണ്ടേ? അപ്പൊ പറഞ്ഞില്ലേ കവർ ചെയ്യണ്ടേ മൊത്തത്തിൽ. നീ പറയണ റിക്കവറി അടിച്ചു മാറ്റാൻ ഉദ്ദേശിച്ച പുള്ളിക്കാരി. ഈ പാപ്പു സൈലോട് അതല്ലേ ചെയ്യുന്നത്? അതൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വിട്ടേരെ. ഇതൊക്കെ ചെയ്യാൻ ഇവിടെ ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. പിന്നെ എനിവേ ഓഫർ ഈസ് ഓപ്പൺ. എന്നപ്പോ ഞാൻ അറിയില്ലോ തരൂ. വേറെ പിള്ളേർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും, മനസ്സിലായ? 6000 രൂപ. ഓഫർ ഈസ് ഓപ്പൺ. വേണമെങ്കിൽ ആലോചിച്ചിട്ടൊക്കെ പറ, ഞാൻ അപ്പുറത്തുണ്ടാവും. ഓക്കെ, ബൈ. അവര് ചെയ്യുന്ന ജോലി നമ്മൾ ചെയ്യുന്ന നാട്ടുകാർ നമ്മളെ കുറിച്ച് എന്തോ പറയും. ഒന്നും പറയത്തില്ല, എടുത്തങ്ങ് പഞ്ഞിക്കിടും. നിനക്കായിരുന്നല്ല ചെയ്യാൻ ഭയങ്കര ശുഷ്കാന്തി. ഇതിപ്പോ പപ്പന് വാടക കൊടുക്കണ്ടേ? നമുക്ക് അപ്പനോട് തന്നെ പോയി സംസാരിച്ച് നോക്കാം. എടി, വല്ല ഷോപ്പിംഗ് ആണെങ്കിൽ അങ്ങാര് പറയത്തില്ല, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ചിലപ്പോ പറഞ്ഞാലും എങ്ങനെ? എടി, നമുക്ക് നമ്മുടെ സ്ഥിരം ഐഡി ഇട്ടാലോ? എന്ത് സങ്കടോ? ഐ മീൻ സെന്റിയോ? യെസ്, വർക്കൗട്ടാവോ? അത് എടുക്കാം. പോ, നിന്നിൽ പ്രതീക്ഷ ഉണ്ട്. ഇങ്ങോട്ട് വാ, ചുമ്മാ കിടന്നു.
പപ്പ പപ്പ ഇതെന്താ ഈ പണിയൊക്കെ ചെയ്യുന്നത്? അതിങ്ങനെ ഞാൻ ചെയ്യാം. വേണ്ട, എന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്താണ് ശീലം. അതാണ് ഞാൻ പട്ടാളത്തിൽ നിന്ന് പഠിച്ചത്. അയ്യോ, ശീലമൊക്കെ മാറ്റേണ്ട സമയമായില്ലേ പപ്പ? ഇതൊക്കെ ഞങ്ങൾ ചെയ്തു തരും. ഐ മീൻ ഞാൻ ചെയ്തു തരും. ഇത്രയൊക്കെ പൊടി ഉണ്ടായിരുന്നു. പിന്നെ പപ്പൻ്റെ ഈ കയ്യൊന്നും അങ്ങനെ തേഞ്ഞു പോകാൻ നമ്മൾ സമ്മതിക്കില്ല. പിന്നെ പപ്പയ്ക്ക് ഈ ആതുര സേവനമൊക്കെ ചെയ്യാൻ ഇഷ്ടമാണോ? എത്ര ദൂരം? ദൂരമല്ല, ആതുര സേവനം എന്ന് വെച്ചാ ഈ പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുന്ന പരിപാടിയൊക്കെ. അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അതൊക്കെ ചെയ്യാറുണ്ട്. അർഹതപ്പെട്ടവർക്ക് ചെയ്യാറുണ്ട്. നോട്ട് ദ പോയിന്റ്. അർഹതപ്പെട്ടവർക്ക് ഞാൻ ചെയ്യാറുണ്ട്. എന്നാ പപ്പ, അങ്ങനെ അർഹതപ്പെട്ട 2 കുട്ടികൾ ഇവിടെ ഉണ്ട് പപ്പ. എവിടെ? കണ്ണ് തുറന്ന് നോക്ക് പപ്പ, പാവപ്പെട്ട കുട്ടികളാ. നിങ്ങളാണ് പാവപ്പെട്ട കുട്ടികൾ. വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞ് ഇവിടെ വന്ന് പഠിക്കാതെയും ജോലിക്ക് പോവാതെ നിൽക്കുന്ന നിങ്ങളാണ് പാവപ്പെട്ട കുട്ടികൾ. അയ്യോ, അത് പപ്പന് ഞങ്ങളെ കുറിച്ച് അറിയാൻ പാടില്ലാത്തോണ്ടാ. ഞങ്ങളുടെ പഞ്ചായത്തിലെ ഈ പാവപ്പെട്ട പിള്ളേർക്ക് ബുക്ക് വിതരണം ചെയ്യും. അതിലെ ലിസ്റ്റിൽ ആദ്യത്തെ 2 പേര് എന്റെ ഇവരുടെയും. അത്രയും പാവപ്പെട്ട പിള്ളേരാണ് ഞങ്ങൾ പപ്പ. അത് മാത്രല്ല പപ്പ, ഞങ്ങളുടെ സ്കൂളില് കഞ്ഞി കൊടുക്കും. ആ കഞ്ഞി കുടിക്കാൻ വേറെ ഒരു പിള്ളേരും വരാറില്ല. ആകെ ഞാനും അവള് മാത്രമേ പോവാറുള്ളൂ. അത്രയ്ക്കും കഞ്ഞികളാണ് പപ്പ ഞങ്ങൾ. അപ്പൊ ബാക്കിയുള്ള പിള്ളേരൊക്കെ എന്തോന്ന് കഴിക്കും? ചിക്കൻ ബിരിയാണി. അവര് മൂക്കുമുട്ട ബിരിയാണിയാ പപ്പ കഴിക്കുമ്പോ ഞങ്ങൾ അതൊക്കെ നോക്കിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. സങ്കടാവണില്ലേ? എനിക്ക് സങ്കടാവുന്നുണ്ട്. അതുകൊണ്ടിപ്പോ ഞാൻ എന്ത് വേണം? ഞങ്ങൾ അത്രയും കഷ്ടപ്പെടുന്ന പിള്ളേരാ പപ്പ. പപ്പ ഞങ്ങൾ ഇറക്കി വിട്ടാ ഞങ്ങളുടെ ഭാവി ഇല്ലാണ്ടാവും. പറയണേ. നിങ്ങൾ എനിക്ക് വാടക തന്നില്ലെങ്കിൽ എന്റെ ഭാവി ഇല്ലാതാവും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാനൊരു പാവപ്പെട്ടവനാണ്. എനിക്കിതല്ലാതെ വേറെ ജീവിക്കാൻ ഒരു വഴിയുമില്ല. സോ നോ സെന്റിമെന്റ്സ്. പിന്നെ വളരെ ദുഃഖത്തോടു കൂടി ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ 2 പേരെടുത്ത്, നിങ്ങൾ 2 പേരും ഇനി മക്കളെ പോലെയാണ്. നിങ്ങൾ എവിടെന്നെങ്കിലും ഉടനെ തന്നെ വാടക തന്നില്ലെങ്കിൽ നിങ്ങളെ 2 പേരെയും ഞാൻ ഇവിടെ നിന്ന് ഇറക്കി. ഈ കാലിന് കണ്ണി ചോറില്ലെന്ന് ഞാൻ പണ്ടേ മനസ്സിലാക്കിയതാ. ഇപ്പൊ എന്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യും നമ്മള്? ആ പാപ്പുന്റെ കൈയും കാര്യം പിടിച്ചിട്ട് അവള് പറഞ്ഞ ജോലി എങ്കിൽ ജോലി. പാപ്പു വരുന്നു, പാപ്പു വരുന്നു. പാപ്പു പാപ്പു നേരത്തെ പറഞ്ഞ ജോലി ഇല്ലേ, കാറിന്റെ കവറിടല്, അത് ചെയ്യാൻ നമ്മൾ തയ്യാറായിരുന്നു. സ്കൂട്ടർ അല്ലേ? 6000. സ്കൂട്ടർ എവിടെന്ന് പറഞ്ഞാൽ പോയി കവറിടാൻ എടുത്തോണ്ട് വരായിരുന്നു. ഷുഗർ എന്നാ എപ്പോ പോണം പറയാം. ആ, ഞാൻ സാധനം വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. നീ ആളെ വിട്ടെടുപ്പിച്ചോ. ഈ വഴി തന്നെയാണോ പുള്ളിക്കാരി പറഞ്ഞത്? ആണ്, ഒരു വെള്ള 2 വീലർ എന്നാ പറഞ്ഞേ. വെള്ള 2 വീലറോ വെള്ള വണ്ടിയോ? വെള്ള വണ്ടി. സാധനം കിട്ടി. ഇതന്നല്ലേ? ഇത് വെള്ള വണ്ടി. എടി, ഞാൻ ആരെങ്കിലും ഏതോ നോക്കാം. നീ പെട്ടെന്ന് വണ്ടി എടുക്കേ. അതെന്തിനാ? എടി, വണ്ടി കൊണ്ട് കൊടുക്കണ്ടേ? അതിലെ ടാസ്ക്. പക്ഷെ ഓടിക്കാൻ അറിയത്തില്ലെന്നല്ലേ? തള്ളിക്കൊണ്ട് പോവാം. തള്ളു. ആരെങ്കിലും വരുന്നോ നോക്കട്ടെ. ആര് തള്ളും? എടി, നീ തള്ളു, പിന്നെ ഞാൻ തള്ളണോ? അതും ഞാൻ തന്നെ ചെയ്യണം. പൈസ കൊടുക്കണ്ടേ? 6000 രൂപ. തകർക്കാതെ വണ്ടി നമുക്ക് എടുത്തു. പോയി നോക്ക്. എടുത്തു. ആരുമില്ല. ഒന്നും ഏക്കണ്ടായിരുന്നു. ഓ, പെട്ടെന്ന് വാ. ഇത് തിരിച്ചു മറിച്ചൊക്കെ വരണ്ടേ? പിള്ളേർക്ക് കാരണം ഒരു സംഭവം. എടി
വഴി മറക്ക് ഇതിലെ പോവാ. എവിടെ ഇല്ല നടക്കുവോ? വരും. പോയിട്ട് 3 കച്ചവടം കൂടെ ഉള്ള വേറെ. ആദ്യം ഇതൊന്ന് തീരുമാനമാവട്ടെ എന്നിട്ട്. ആ അതേ വരുന്നുണ്ട്. എടേ ആരെങ്കിലും കാണണ്ടോ നമുക്ക് പണി പോകും. ആരും കാണുന്നില്ല, വേഗം കൊണ്ടുപോകൂ. ഇന്ന് ഒരു 5 പൈസ പോട്ടെ, ഒരു മിഠായി പോലും മോട്ടിക്കാത്ത ആളാ ഞാൻ. നീ അല്ലേ നിന്റെ അപ്പനെ ഇടയ്ക്കിടയ്ക്ക് 500 രൂപ അടിച്ച് മാറ്റുന്നത്? എടി അപ്പൻ്റെന്ന് വെച്ചാൽ അത് എന്റെയും കൂടെ അല്ലേ, അത് നിന്റെയും കൂടെ അല്ലേ, നിന്റെ വീട്ടിൽ നീ അപ്പൊ നീ അടിച്ചു മാറ്റുന്നതാ. 500 അല്ലല്ലോ. ഇത്രയും ചെയ്തിട്ട് ആ പാപ്പ നമുക്ക് പൈസ തരുമെന്നുള്ളത് ഇപ്പൊ എന്റെ വലിയ പേടി. പൈസ തന്നില്ലെങ്കിൽ വിവരം അറിയും. പിന്നെ 12,000 രൂപയൊന്നും പറയരുതേ കേട്ടാ. അവരെയും പറ്റിച്ചല്ലേ പിള്ളേരെ. ഇനി എനിക്കിതിൽ എന്തെങ്കിലും വേണ്ടേ. Great girls. Proud of you. അതെ, ഞങ്ങളടുത്ത് പറഞ്ഞ പണി ഞങ്ങൾ നൈസായിട്ട് തീർത്തിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ച പൈസ താ. മനു ബ്രോ ആ പൈസ കൊണ്ട് എണ്ണി കൊടുത്തേ. ഇതിന്റെ ഇടയിൽ എനിക്കൊരു ഇടപാടും ഇല്ല കേട്ടോ. ഇവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ഉദ്ദേശം. വണ്ടിക്കുള്ള പാക്കുണ്ട്. പിന്നെ ഒക്കെ പോകുന്നേ 6,000 അല്ലേ കറക്റ്റ്? കുറച്ച് കഷ്ടപ്പെട്ടല്ലേ? നല്ല ഈസി ആയിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ്. നിങ്ങളുടെ പൈസ കിട്ടിയില്ലേ? സന്തോഷായോ? കറക്റ്റാ പൊക്ക. സന്തോഷായില്ലേ? ഇനി കാണാട്ടാ. എന്റെ ബാക്കി ജീപ്പേ ചെയ്തേക്കാം. മറക്കരുത്, ലേറ്റ് ആവാൻ നിൽക്കും. ഇല്ലില്ല, എപ്പ ചെയ്തേക്കാം? ഇപ്പൊ ചെയ്തേക്കാം. മച്ചാനെ സാധനം കാണുന്നില്ലല്ലോ. ഞാനിവിടെ വെച്ചിരുന്നതാ ഈ വണ്ടിയില്. ഇപ്പൊ വണ്ടി അടക്കം ആരോ തൂക്കി. തൽക്കാലം ഞാൻ ഇവിടുന്ന് മുങ്ങുവാ. സാധനം എടുത്തവനെയും കൊണ്ടേ തിരിച്ചു വരും.